ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല, ബോണോടുകൂടി ചിക്കനും എടുക്കാം. ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിനെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരിന് പകരം വിനീഗർ ചേർത്താലും മതി. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ബോണോട് കൂടിയ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം അത് ഫ്രൈ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓയിൽ ചൂടായി. ചിക്കൻ മറിച്ചിടാം. ഇനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ വറുത്തു പോരാം. ചിക്കൻ എല്ലാം വറുത്തു കഴിഞ്ഞു. ഇപ്പം ഫ്രൈ ചെയ്ത ആ ഓയിലിൽ നിന്ന് തന്നെ അരപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഉള്ളി വഴറ്റാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലിടാനുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. 5 വറ്റൽമുളകാണ് ഞാൻ ഇട്ടത്. വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ ചുവപ്പ് മുളക്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 1.5 ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി 1.5 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, അത് രണ്ടും കൂടെ ചേർക്കാം. ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഇത് 1 കപ്പാണ്, നടുക്കൂടെ ഒന്ന് കീറിയത്. ചുവന്നുള്ളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് രണ്ടും കൂടെ വേണമെങ്കിൽ എടുക്കാം. സവോളയും ചുവന്നുള്ളിയും കൂടെ. ഒരല്പം ഉപ്പ് ചേർക്കാം.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. എണ്ണ പോരാൻ തോന്നുന്നൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഉപ്പ് നോക്കട്ടെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്നതെല്ലാം കൂടെ ചേർക്കാം. മുളകും കറിവേപ്പിലയും ചിക്കനും. സോസൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കണം. തീ ഓഫ് ചെയ്യാം. ചിക്കൻ കൊണ്ടാട്ടം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.